ഇന്ത്യ ഓസ്ട്രേലിയ തീപ്പാറും പോരാട്ടങ്ങൾക്കായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി നാളെ ഓസ്ട്രേലിയയിലെ പെർത്തിൽ ആരംഭിക്കുകയാണ്. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ വർഷങ്ങളായി പോരടിക്കുന്ന ആഷസിനേക്കാളും ചൂടും വാശിയും വാക്പോരും നടക്കുന്ന മത്സരങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ മാസം ആരംഭിക്കുന്ന മത്സരങ്ങൾ അടുത്ത വർഷം ജനുവരി ആദ്യ വാരമാണ് അവസാനിക്കുന്നത്. നാളെ നടക്കുന്ന ആവേശ മത്സരത്തിൽ ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് ഇന്ത്യൻ പേസ് ബൗളർ ജസ്പ്രീത് ബുംറയാണ്. രോഹിത് ശർമ്മയ്ക്ക് കുഞ്ഞു ജനിച്ചതിനാൽ കുടുംബത്തിനോടൊപ്പം ഇന്ത്യയിലാണ്. അതുകൊണ്ട് നാളത്തെ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കും. നാളെ ആരംഭിക്കുന്ന ടെസ്റ്റിന്റെ മൂന്നാം നാൾ രോഹിത് ശർമ്മ ടീമിനോടൊപ്പം ചേരുമെന്നാണ് BCCI അറിയിച്ചിരിക്കുന്നത്. നാളത്തെ ആദ്യ ടെസ്റ്റിൽ കോഹ്ലിയുടെ തിരിച്ചുവരവിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത്. കോഹ്ലിക്ക് ഓസ്ട്രേലിയൻ മണ്ണിൽ തിളങ്ങാനാകുമെന്നാണ് മുൻ താരങ്ങളും പറയുന്നത്. കൂടാതെ ഒരു പിടി റെക്കോർഡുകളും കാത്തിരിക്കുന്നുണ്ട് കോഹ്ലിയെ. കോഹ്ലിയെ പോലെ തന്നെ ഓസ്ട്രേലിയൻ മണ്ണിൽ തിളങ്ങിയൊരു മറ്റൊരു താരമാണ് ഋഷഭ് പന്ത്. ഗാബ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ ഇന്ത്യയെ ഒറ്റയ്ക്ക് തോളിലേറ്റി ജയിപ്പിച്ച ചരിത്രം പന്തിനുണ്ട്. ഓസ്ട്രേലിയ ഭയക്കുന്നതും ഈ താരത്തെ തന്നെയാണ്. എന്നാൽ ഇന്ത്യ ഇപ്പോഴും ചേതേശ്വർ പൂജാരയെ പോലെയുള്ള ഒരു താരത്തെ മിസ് ചെയ്യുന്നുണ്ട്. അത് KL രാഹുലിലൂടെ തിരുത്താനാകുമെന്നാണ് മുതിർന്ന താരങ്ങൾ പറയുന്നത്. പേസ് ബൗളിങ്ങിനെ അനുകൂലിക്കുന്ന പിച്ചായതിനാൽ ക്യാപ്റ്റൻ ബുംറയാണ് ബൗളിങ്ങിൽ ഇന്ത്യയുടെ പ്രതീക്ഷ. ഇനി നമുക്ക് നാളത്തെ ഇന്ത്യയുടെ സാധ്യതാ ടീം പരിശോധിക്കാം. ഓപ്പണിംഗ് യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ വരും. കൈവിരലിന് പരിക്കേറ്റതിനാൽ ഗിൽ നാളത്തെ മത്സരം കളിക്കില്ല. പകരം ഇന്ത്യയുടെ യുവതാരം ദേവദത്ത് പടിക്കൽ ഇറങ്ങും. തുടർന്ന് കോഹ്ലി, ഋഷഭ് പന്ത്, ധ്രുവ് ചുറൽ എന്നിവരായിരിക്കും. പേസിനെ തുണയ്ക്കുന്ന പിച്ചായതിനാൽ ജഡേജ, അശ്വിൻ ഇതിൽ ആരെങ്കിലും ഒരാൾ മാത്രമായിരിക്കും. പകരം നിതീഷ് കുമാർ റെഡ്ഡി പേസ് ഓൾറൗണ്ടറായി ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കും. പേസ് ബൗളിംഗിൽ കരുത്തായ ജസ്പ്രീത് ബുംറയും ആകാശ് ദീപും മുഹമ്മദ് സിറാജും ആകാനാണ് സാധ്യത. മത്സരം നാളെ രാവിലെ 10 മണിക്ക് ഇന്ത്യക്കാർക്ക് സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലൂടെയും തത്സമയം കാണാൻ സാധിക്കും.